എല്ലാവർക്കും ആദി സപ്നാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച യുദ്ധം ആണവായുധ പ്രയോഗത്തിലേക്ക് നീങ്ങുന്നു. ഇറാൻ ഇതിനകം തന്നെ ആണവായുധം സ്വന്തമാക്കിയിട്ട് ഉണ്ട് എന്നാണ് വിവരങ്ങൾ. അവസാന ഒറ്റകൈ പ്രയോഗം എന്നുള്ള രീതിയിൽ ഇസ്രായേലിൽ ഇറാൻ ആണവായുധം പ്രയോഗിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തങ്ങളുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ക്ഷുഭിതരായ ഒരു ജനതയാണ് ഇറാനിലെങ്ങും കാണുന്നത്. 40-ലധികം മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാൻ ശക്തമായ ആക്രമണം, തിരിച്ചടി ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവനും, അതോടൊപ്പം തന്നെ ഇസ്രായേലിലേക്കും അമേരിക്കൻ കപ്പൽപ്പടക്ക് നേരെയും എല്ലാം അയച്ചുവിടുകയുണ്ടായി. ഇത് വരാനിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ സൂചനയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാൻ തങ്ങളുടെ സകല ശക്തിയുമെടുത്ത് തിരിച്ചടിക്കാനാണ് സാധ്യത. ആണവായുധ നിർമ്മാണത്തിൻ്റെ ഒടുവിലെ ഘട്ടത്തിലായിരുന്ന ഇറാൻ അത് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് ചില രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ നൽകുന്ന വിവരം. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളിൽ ആണവ പോർമുനകൾ വഹിക്കാൻ തക്ക ശേഷിയുള്ളതാണ്. ഇറാൻ ആദ്യം ഇത് പ്രയോഗിക്കുക ഇസ്രായേലിലേക്ക് ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമേരിക്കയിലേക്ക് ആണവായുധം പ്രയോഗിക്കുക ഇറാനെ സംബന്ധിച്ച് കഠിനമായ പ്രയത്നമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യം നശിക്കുന്നതോടൊപ്പം തന്നെ ഇസ്രായേലിനെയും നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇറാൻ ഭരണകൂടം. ഇറാൻ്റെ ശക്തമായ ഡ്രോണുകൾ മറ്റൊരു പ്രഹാരത്തിനുള്ള ഏറ്റവും ശക്തമായ ആയുധങ്ങളാണ്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ഇറാൻ്റെ ഡ്രോണുകളാണ് നിർണായക പങ്ക് വഹിച്ചു വരുന്നത്. യുക്രൈനിലുടനീളം റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇറാൻ്റെ തദ്ദേശ നിർമ്മിതമായ ഡ്രോണുകളാണ്. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ഡ്രോണുകൾ ഇറാൻ്റെ കൈവശം ഉണ്ട്. ഇറാൻ ഇനിയും പുറത്തെടുക്കാത്ത പല മാരകായുധങ്ങളും അവരുടെ പർവ്വതങ്ങൾക്കിടയിലുള്ള ആയുധപ്പുരകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഹിസ്ബുള്ള ഒരു ഭാഗത്ത് ആക്രമണം അയച്ചു വിട്ടിട്ടുണ്ട്. ഇറാഖിലെ ഷിയ ഗ്രൂപ്പുകളും യമനിലെ ഊത്തികളും അവസരത്തിനനുസരിച്ച് യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതാണ്. ഇതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച ഈ യുദ്ധം അവർക്ക് പ്രതീക്ഷിച്ച സമയത്ത് അവസാനിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യുദ്ധവും മറ്റു വിവരങ്ങളെപ്പറ്റിയും നിങ്ങൾക്ക് അതാത് സമയത്തെ വിവരങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി വിവരങ്ങൾ ലഭ്യമാവുക.